ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മ സൂര്യയെ വെല്ലുവിളിക്കാൻ വേണ്ടി പറയാണ്, ഇനിയിപ്പോൾ ഇവള് നിൻ്റെ ഷർട്ട് ഇട്ടെങ്കിൽ നിനക്ക് ഇവളുടെ സാരി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം സൂര്യ എന്ത് ചെയ്യുന്നു, നന്ദിനി ഈ ചായ അങ്ങ് കൊടുത്തേ, നീ രാജുവേട്ടൻ്റെ കയ്യിൽ ഈ ചായ കൊടുത്തിട്ട് നീ എൻ്റെ കൂടെ അങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ പരിഹസിക്കുകയാണ്, അവൻ്റെ ഓരോരോ കോലം കെട്ടൽ. എന്നാലും എൻ്റെ മമ്മി ചോദിച്ചത് നല്ല ഏറ്റിരിക്കുന്നത് തോന്നുന്നു, നാണം കേട്ട് ഒന്നും മിണ്ടാതെ ആണ് ഏട്ടൻ ഇവിടെ നിന്ന് പോയത് എന്ന് വേദ പറയുന്നു കേട്ടോ. ആ സമയം അത് കേട്ടോടെ തന്നെ ഇന്ദ്രജ പറയാണ്, ശരിയാണ്, കൊടുക്കേണ്ടത് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോഴേക്കും വിജയ് പറയണം, ഇതൊന്നുമല്ല, അതുക്കും മേലെ വേറെന്തോ ചെയ്യാൻ വേണ്ടി ഇവിടെ പോയിരിക്കുകയാണ് സൂര്യ. ഞാനറിയുന്ന സൂര്യ അങ്ങനെയാണ്. അപ്പോഴേക്കും നിൻ്റെ വാക്കെടുത്തൊന്നും മിണ്ടാതെ എന്ന് പറയാനേട്ടോ. എന്തോ ആയിക്കോട്ടെ, ഓരോരുത്തർ റൂമിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ വഴിക്ക് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം വേദയാണെങ്കിലോ ചെറിയ പാട്ടൊക്കെ പാടി മേലോട്ട് കയറി വരികയാണ്. ഇതേ സമയം രാജു പറയണം, എന്നാൽ ഇത്ര പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി സൂര്യ സാറിനോട് പറഞ്ഞപ്പോൾ സൂര്യക്കുഞ്ഞ് എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ താൻ ക്ലാസ് കഴുകുന്ന സമയത്താണ് കേട്ടോ താൻ രസകരമായ ആ കാഴ്ച. താൻ ആകെ ഞെട്ടിപ്പോവാണ്. സൂര്യ കാണാൻ നന്ദിനിയുടെ സാരിയൊക്കെ എടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരൊക്കെ ചാർത്തി താഴോട്ട് ഇറങ്ങി വരുന്നു, ചെറിയ മുടിയൊക്കെ വെച്ചിട്ടോ. അപ്പോൾ ഈ സമയം ഇതങ്ങ് കാണുമ്പോൾ സൂര്യയുടെ ആ വരവ് കാണുമ്പോൾ രാജു ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം വേദയാണെങ്കിലോ പുറത്തു നിന്നും അകത്തോട്ട് കയറി പോവാണ് തൻ്റെ റൂമിലോട്ട് പോകാൻ. താൻ ടോണിയുടെ സ്റ്റെപ്പ് അങ്ങ് ചവിട്ടിയ ഉടനെ തന്നെ ഞെട്ടിപ്പിച്ച ആ കാഴ്ച, മമ്മി കുറച്ച് മുന്നേ പറഞ്ഞ ആ വാക്ക് സൂര്യ ചെയ്തിരിക്കുന്നു കേട്ടോ. അയ്യോയ്യോ, പറയാനില്ല, വാക്കുകളില്ല. അത്രയും ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയമാണെങ്കിലോ പെട്ടെന്ന് നമുക്ക് പോവാം, കമ്പനിയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എത്തേണ്ടതാണ്, അവിടെ മീറ്റിംഗ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യതീന്ദ്രനെയും കൂട്ടിയിട്ട് പത്മ ഇറങ്ങുന്ന ആ സമയമാണ് കേട്ടോ. പത്മയുടെ കൺമുന്നിൽ താൻ വെല്ലുവിളിച്ചൊരു കാര്യം സൂര്യ ചെയ്ത് കാണുന്നത്. നന്ദിനിയുടെ സാരി എടുത്തു, അത് ഈ വീട്ടിലെ വേലക്കാരി പെണ്ണിൻ്റെ സാരി എടുത്തിരിക്കുക. എന്താ ഇവന് ഇത്ര ബുദ്ധിയില്ലേ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വിജയ് പറയണേ, ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ, എന്താ ഇപ്പോൾ സംഭവിച്ചത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ വിജയോട് ഇന്ദ്രജ് പറയണേ, നിങ്ങൾ മിണ്ടാതിരുന്നു, മമ്മി അല്ലെങ്കിൽ തന്നെ കലിപ്പിലാണ്. അങ്ങനെ ഈ സമയം ഇവിടെ സൂര്യയാണെങ്കിൽ ചെറിയ പാട്ടൊക്കെ പാടിയിട്ട് വിജയോട് പറയാം, വാ നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പത്മയുടെ 4 പേരും ഇങ്ങനെ ഇവരിങ്ങനെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഇതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ പറയുന്ന സൂര്യയുടെ ഈ പ്രവൃത്തി പത്മയ്ക്ക്. അങ്ങനെ നല്ല പാട്ടൊക്കെ പാടുകയാണ്. എന്നാലും നന്ദിനിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. നന്ദിനി ചിരിച്ചും കൊണ്ട് പിറകോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്, രാജുവിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. രാജുവിനും ഇതുപോലെ തന്നെയാണ് കേട്ടോ. തൻ്റെ ചിരി മറക്കാൻ വേണ്ടി രാജുവും വാ കൊണ്ട് ഇങ്ങനെ വാട ഭാഗത്ത് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം യതീന്ദ്രനും ചെറിയ ചിരിയൊക്കെ വന്നു, എങ്കിലും താൻ ആരുടെയും മുന്നിൽ അത് കാണിക്കാതിരിക്കില്ല, താൻ അത് കാണിക്കുക തന്നെ ചെയ്യാണ് കേട്ടോ. പപ്പയാണെങ്കിലോ യതീന്ദ്രൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചെറിയൊരു ചിരിയാണ് കേട്ടോ. അത് കാണുന്ന പത്മക്കൊക്കെ ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് രാജുവിനെയും കൊണ്ട് അതുപോലെ വിജയെ കൊണ്ടും സൂര്യ ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. എനിക്കും ഇതൊക്കെ ആവും, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഈ സാരി എടുക്കല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാരിയുടെ തുമ്പ് കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മുഖത്തോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ പത്മക്ക്. അപ്പോഴേക്കും ഉടൻ തന്നെ വിജയെ ഇന്ദ്രജ വന്ന് വഴക്ക് പറയണേ, നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നത്, മമ്മിക്ക് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ കളിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, വാ അളിയാ നമുക്ക് കളിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം കാര്യം എന്ത് പറഞ്ഞാൽ നിൻ്റെ ആങ്ങളെ സൂപ്പറാടോ എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. പത്മ പറയണം, ഇവനെപ്പോലെ വൃത്തികെട്ടവനോട് എന്ത് സംസാരിക്കാൻ, വെറും വേലക്കാരിയായ ഒരു പെണ്ണിൻ്റെ സാരി എടുക്കാൻ മാത്രം നിങ്ങളുടെ മകൻ ഇത്ര തരം താഴ്ന്നോ, ഈ വീട്ടിലെ വേലക്കാരിയായിരുന്നവൾ, അപ്പോഴേക്കും ഇവളെൻ്റെ വേലക്കാരിയല്ല, ഇവളെൻ്റെ ഭാര്യയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഞാനിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു പോകും, അതുകൊണ്ട് ഞാൻ പോവുകയാണ് കമ്പനിയിലോട്ട്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് യതീന്ദ്രനോട് ചോദിക്കുകയാണ്. യതീന്ദ്രനാണെങ്കിൽ എന്തോന്ന് പറയാൻ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത പത്മയോട് എന്ത് പറയാനെന്നുള്ളത് പോലെ തന്നെ പാലാട്ടി യതീന്ദ്രൻ പിന്നാലെ പോവുകയാണ് കേട്ടോ. ഇതേ സമയം എന്നോടാണ് കളി, സൂര്യയുടെ നന്ദിനി എത്രത്തോളം വലുതാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഈ വീട്ടിലെ ഓരോന്നിനും എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോഴേക്കും രാജു വന്നിട്ട്, എന്നാലും എൻ്റെ സൂര്യ സാറേ എന്ത് രസമാണ് സാറ് ഭംഗിയെടുത്തിരിക്കുന്നത്, നന്നായി തന്നെ എടുത്തു, അതൊരു രസം തന്നെ എന്നവർ പറയുന്നുണ്ട്.
ഇതേ സമയം വേദയാണെങ്കിലും ഇന്ദ്രജയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവന് എന്താ നമ്മുടെ ഏട്ടന് ഇത്ര ബുദ്ധിയില്ലാത്തത്, എന്താ ചെയ്തിരിക്കുന്നത്, അവള് ഈ വീട്ടിലെ വേലക്കാരുടെ ഒരു സാരി എടുക്കാൻ എന്തുമാത്രം അധമതിച്ച. അതാണ് സൂര്യയുടെ സ്നേഹം. സൂര്യ ഇപ്പം പഴയതുപോലെയല്ല നന്ദിനിയെ കാണുന്നത്. നന്ദിനി എന്ന് വെച്ചാൽ ജീവനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പത്മ കാറിങ്ങനെ ഓടിച്ചും കൊണ്ടിരിക്കുകയാണ്. തനിക്ക് കലിയടങ്ങുന്നില്ല. ദേഷ്യത്തോടു കൂടി പത്മ ഇവിടെ യതീന്ദ്രനോട് പറയുകയാണ്, നിങ്ങളുടെ മകന് എന്ത് ബുദ്ധിയില്ലാത്ത തരാണ് കാട്ടുന്നത്. നിങ്ങളുടെ മകന് ആ വീട്ടിലെ വേലക്കാരിയുടെ സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രമാത്രം ബുദ്ധിയില്ലാതെ ആയ അവനെ ഞാൻ തന്നെയാണ് വളർത്തിയത്. അവൻ്റെ അമ്മ ഞാനാണോ എന്ന് എനിക്ക് തന്നെ സംശയമായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ പ്രവൃത്തിയാണ്. എന്താ പത്മ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ താലി കെട്ട പെണ്ണിൻ്റെ സാരിയാണ് അവൻ എടുത്തത്. അതിലെന്താ തെറ്റ്? എന്നാലും നിങ്ങൾ നിങ്ങളുടെ അന്തസ്സ് വിട്ട് കളിക്കില്ലല്ലോ. എൻ്റെ സാരിയൊക്കെ നിങ്ങൾ എടുക്കുമോ? അത് പിന്നെ നീ അവനെ വെല്ലുവിളിച്ചത് കൊണ്ടല്ല അവൻ ആ സാരി എടുത്തല്ല എങ്കിൽ അവന് പകൽ മുഴുവൻ ആ സാരി എടുത്ത് നടക്കുന്നത് നീ കണ്ടോ? ഇതിനു മുന്നേ അങ്ങനെ അവൻ ചെയ്യുന്നത് നീ കണ്ടോ? ഇല്ലല്ലോ. അപ്പം നീ തന്നെയല്ലേ ഒരു തരത്തിൽ കാരണക്കാരിയായത്. ഇതേ മനുഷ്യൻ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്ത് പറഞ്ഞാലും നിങ്ങൾ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ അല്ല മിണ്ടാതിരിക്കുക തന്നെ എന്ന് പറയും കേട്ടോ. അത് തന്നെയാണ് നല്ലത് എന്ന് യതീന്ദ്രൻ പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളെന്താ മൗനത്തോടു കൂടി ഒന്നുമില്ല പത്മ, മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ കാര്യം ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറയും കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനിയോട് പറയാണ്, അതെ പത്മ മേഡം പോയിരിക്കുന്നതേ പുതിയ സിഇഒയെ മാറ്റിയിട്ട് മീറ്റിംഗ് നടത്താനുള്ള പരിപാടിയാണ്. സിഇഒ പെട്ടെന്ന് മാറാൻ നോക്ക്. അപ്പോൾ നന്ദിനി പറയണേ, എന്തിനാ എന്നെ സാറേ ഇങ്ങനെ സങ്കടത്തിലാക്കുന്നത്? ഞാനില്ല, എനിക്ക് കഴിയില്ല ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സിഇഒ പോസ്റ്റിൽ നീ അവർക്കൊപ്പം ചാരി ഇരിക്കുന്നത് അവർ കാണട്ടെ, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് നീ വാ എന്ന് പറയാൻ കേട്ടോ. ആ സമയം ഇല്ലല്ല ഞാൻ വരുന്നില്ല, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇല്ലെന്ന് പറയാൻ കേട്ടോ. ആ സമയം ഉടൻ തന്നെ പറയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ പെട്ടെന്ന് സാരി മാറ്റിയിട്ട് വാ, കാരണം നീയാണ് സിഇഒ എങ്കിൽ നീ ആ മീറ്റിംഗ് തീർച്ചയായും പങ്കെടുക്കണം, അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ ഡ്രസ്സ് മാറുമെന്ന് പറയട്ടോ. അപ്പോൾ എനിക്ക് പേടിയാണ്, ഒരു മീറ്റിംഗ് കൈകാര്യം ചെയ്യാനൊന്നും എനിക്കറിയില്ല, എങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, ഒരു മീറ്റിംഗ് നീ ഒരു പ്രാവശ്യം കൈകാര്യം ചെയ്തല്ലോ, അത് അടിപൊളിയായി വിജയിച്ചു, അതുപോലെ തന്നെ ഇതും നിന്നെക്കൊണ്ട് കഴിയും, നീ വാ എന്ന് പറയുമ്പോൾ സാർ നന്ദിനി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി അവിടെ നിന്നും വരാൻ ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്തെ യതീന്ദ്രനും പത്മയും കമ്പനിയിൽ എത്തുകയാണ്. അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് പറയുകയാണ്, സിഇഒ ഇതുവരെ എത്തിയിട്ടില്ല, അപ്പോൾ എങ്ങനെ മീറ്റിംഗ് നടത്താനാണ്? അതെ, മീറ്റിംഗ് ഉള്ളത് സിഇഒക്ക് ഈ കമ്പനിയിൽ എല്ലാവർക്കും അറിയില്ലേ, എത്തുന്നവർ എത്തട്ടെ, മീറ്റിംഗ് പറഞ്ഞ ആ ടൈമിൽ തന്നെ മീറ്റിംഗ് തുടങ്ങണം, അതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ആനന്ദ് ആ മീറ്റിംഗ് തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യാണ്. എന്നാൽ പത്മയാണെങ്കിലോ തൻ്റെ മനസ്സിൽ അവളെ ഒഴിവാക്കണം ലക്ഷ്യമാണ്, അതായത് നന്ദിനിയെ ഒഴിവാക്കി മീറ്റിംഗ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ മീറ്റിങ്ങിൽ എല്ലാവരും എത്തിത്തുടങ്ങി. ഏതാനും നിമിഷങ്ങളാവുമ്പോഴേക്കും എല്ലാവരും മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. സിഇഒ മാത്രം വന്നിട്ടില്ല മാഡം, എങ്ങനെ ഇപ്പോൾ മീറ്റിംഗ് തുടങ്ങാമെന്ന് മറ്റുള്ളവർ പറയുന്നു. അതെ, ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം ഈ കമ്പനിയുടെ വലിയ ആളായ സിഇഒക്ക് അറിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യം നമുക്ക് സംസാരിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് കേട്ടോ സൂര്യ നന്ദിനിയെയും കൊണ്ടുവരുന്നത്. സൂര്യ നന്ദിനിയെയും കൊണ്ടുവന്ന് നന്ദിനിയെ പത്മയോട് ചാരി ഇരുത്താണ്. ഇതാ പുതിയ സിഒ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, എൻ്റെ ഭാര്യ നന്ദിനി. അപ്പോൾ അതുകൊണ്ട് ഇവളാണ് ഇനി സിഒ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് എന്താണ് കാര്യം സംസാരിക്കുന്നതെങ്കിൽ അത് സംസാരിച്ച് തുടങ്ങാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പത്മയുടെ തൊട്ടരികെ നന്ദിനിയെ ഇരുത്തുമ്പോൾ പത്മക്ക് സഹിക്കുന്നില്ല. താൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ തന്നോട് ചാരി ഇരിക്കുന്നത് കാണുമ്പോൾ പത്മക്ക് ദേഷ്യം പിടിക്കണം. അപ്പോൾ പത്മ പറയാണ്, അതെ ഇതൊരു മീറ്റിംഗ് ആണ്, ഈ മീറ്റിങ്ങിൽ ഈ കമ്പനിയിൽ ഈ മീറ്റിങ്ങിന് ഉൾപ്പെടേണ്ട ആളുകൾ ആരൊക്കെയാണ് അവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, ബാക്കി എല്ലാവരും പോകണം എന്ന് പറയാണ്. അപ്പോൾ ഈ സമയം അവിടെ ഈ സൂര്യ ഉണ്ടല്ലോ, അപ്പോൾ സൂര്യ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യയോട് പറയാണ്, നീ എൻ്റെ മകൻ തന്നെ ആയിരിക്കും, നീ മുമ്പ് ഇവിടുത്തെ സിഇഒ ആണെന്ന്, എന്നാൽ നിൻ്റെ സിഇഒ സ്ഥാനം എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാൻ അനുമതിയില്ല, അതുകൊണ്ട് നീ പോയേ പറ്റുള്ളൂ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയാണ്, എന്താ പത്മ നീ പറയുന്നത്, നിൻ്റെ മകനല്ല, അതൊക്കെ വീട്ടിലായിരിക്കും മകന്, ഇവിടെ മകനെന്നൊന്നുമില്ല, അതുകൊണ്ട് ഇവൻ പുറത്തു പോകണം, ഇവൻ്റെ ഭാര്യയല്ലേ സിഇഒ, അവൾ കൈകാര്യം ചെയ്തോളും, അതുകൊണ്ട് സൂര്യ പുറത്തു പോട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യയെ പുറത്ത് പറഞ്ഞയക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.